ജയേട്ടൻ ഇന്ന് നേരത്തെ വരണം. നമുക്കിന്ന് അമ്പലത്തിൽ പോണം. അതിനെന്താ വരാമല്ലോ. പിന്നെ 1-2 ദിവസം ഞാൻ ഓഫീസിൽ ഇല്ലായിരുന്നു. എന്തൊക്കെ പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരിക്കുകയെന്നറിയില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ലേറ്റ് ആകുകയാണെങ്കിൽ ശാലു ഇന്ദുവിനെയോ മായോ കൂട്ടി അമ്പലത്തിൽ പിക്കുള്ളൂ. ആരെയാ നോക്കുന്നത്? ഇന്ദു റെഡിയായില്ലേ? ശാലിനി, ഇതാ ഓഫീസിൽ പോകുമ്പോ ഒരു കാപ്പി പതിവാ. ജയേട്ടൻ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇന്ദുമോളാ, അവള് റെഡിയായിട്ട് കുറെ നേരമായി. ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാം. ജയേട്ടാ, പഴയ ശീലങ്ങളൊക്കെ മറന്നു അല്ലേ? ഉണ്ണിക്കുട്ടനെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരണേ ഡാഡി. വേണം. വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? ഇപ്പൊ ഞാൻ അവനെ നേഴ്സറി കൊണ്ടാക്കിയിട്ട് വൈകുന്നേരം ഓഫീസിൽ കൊണ്ടുപോയിക്കോളാം. എന്നിട്ട് ഓഫീസിൽ താമസിപ്പിക്കാൻ പോവാണോ? സോറി ഡാഡി. മോളെ, മോളിന്ന് വൈകുന്നേരം മമ്മി അമ്പലത്തിൽ കൊണ്ടുപോകണം. ഡാഡി വരാൻ കുറച്ച് വൈകും. ഓക്കെ ഡാഡി. മമ്മി വരും മോനെ. വൈകുന്നേരം. ഇപ്പൊ ഡാഡി മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. വൈകുന്നേരം ഡാഡി വന്ന് മോനെന്ന് പറഞ്ഞില്ലേ ബൈക്ക്, അത് വാങ്ങി തരുന്നു. എന്താ പോട്ടെ മോളെ. റീത്തു വരട്ടെ. ശരി. Bye. ഡോക്ടർ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. മോനെ, അത് ഡാഡിക്ക് ആവശ്യമുണ്ടോ പറ. കുത്തിവരിച്ച് കളയല്ലേ. ഇതാ മമ്മി വരും മോനെ. മോന് മമ്മിയുമായി സംസാരിക്കണം. നീ വാ. ഹലോ, ഞാൻ ജയദേവനാണ്. ഞാനാണ് ചേട്ടാ. ശാലിനി ഇന്ദുവും കൂടി ഇപ്പൊ അമ്പലത്തിലേക്ക് പോയതേ ഉള്ളൂ. ഞാൻ ഓഫീസിൽ നിന്നാ. ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട്. അവന് നിന്നോട് സംസാരിക്കണമെന്ന്. മമ്മി, ഉണ്ണി, മമ്മി എന്താ വരാത്തെ? മമ്മി വരാം മോനെ. എനിക്ക് ഇപ്പൊ മമ്മിയെ കാണണം. മോനെ ഉണ്ണിക്കുട്ട, മമ്മി വരാം. മായ ഒരു കാര്യം ചെയ്യും. ശാലിനി അവിടെ ഇല്ലല്ലോ. നീ ഒരു ടാക്സി പിടിച്ച് വേഗം ഇങ്ങോട്ട് വരൂ. മോന്റെ മമ്മി ഇപ്പൊ വരും കേട്ടോ. അപ്പൊ ബൈക്ക് ബഷീർ വരട്ടെ, വാങ്ങിപ്പിച്ചു തരാം. എത്ര നാളായെന്നോ ഞാനിവിടെ വന്നിട്ട്. ദേവിയെ തൊഴുത് കഴിഞ്ഞപ്പോ മനസ്സിനൊരാശ്വാസം. ശാലിനി, എന്താ അമ്മേ? മായയെപ്പോലൊരു സ്ത്രീ കാറിൽ പോയി. ചിറ്റയെ പോലെയോ? അമ്മയ്ക്ക് തോന്നിയതാ. എന്താ അമ്മേ? ഒരു ചെറിയ തലവേദന പോലെ. നടന്നിട്ടാവും. ഞാൻ അമ്മയോട് പറഞ്ഞതാ പ്രദർശനം വെക്കണ്ടെന്ന്. സാരമില്ല, നമുക്ക് പോവാം.
കൃഷ്ണേട്ടാ, മായ എവിടെ? അടുക്കളയിലുണ്ട്. എന്തിനാ കുഞ്ഞേ? എന്താ ശാലിനി? ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ചിറ്റയെ പോലെ ഒരു സ്ത്രീ കാറി പോകുന്നത് അമ്മ കണ്ടു എന്ന്. എന്നെ പോലെയോ? എനിക്ക് തോന്നിയതാവും. ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം. മോള് കൊടു. വാ മോളെ. ഞാൻ നോക്കാം. ശാലിനി പോയി കിടന്നോളൂ. മിസ്സിസ് ജയദേവനല്ലേ? ഞാൻ മായാണ് ഡോക്ടർ. നീ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഉണ്ണിക്കുട്ടനോട് ബേളം വയ്ക്കുന്നു. ശാലിനിക്ക് സുഖമായിരിക്കുന്നു ഡോക്ടർ. ഇന്ന് അമ്പലത്തിൽ പോയിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നപ്പോ ചെറിയൊരു ക്ഷീണം. ശാലിനിക്ക് ഏയ്, വിഷമിക്കാനൊന്നുമില്ല ഡോക്ടർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. മോനെ, നാളെ രാവിലെ ഡാഡി മമ്മിയെ കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഡാഡിയുടെ കൂടെ വരും. എനിക്ക് മമ്മിയെ കാണണം. ഡാഡി പോയി ചേച്ചിയും മമ്മിയും കൊണ്ടുവരാം. ഡാഡി വേഗം വരാം. പ്രോമിസ്? വരാം മോനെ, വേഗം വരാം. അങ്കിള് സമാധാനമായി പോയിക്കൊള്ളൂ. ഉണ്ണിക്കുട്ടനെ ഞാൻ നോക്കിക്കോളാം. ഡാഡി വേഗം വരണം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജയൻ. ഞാൻ ഡോക്ടർ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്താ ജയൻ, എനിത്തിങ് റോങ് വിത്ത് ശാലിനി? ഒന്നുമില്ല ഡോക്ടർ. ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. രോഗികളുടെയും മരുന്നുകളുടെയും ഇടയിൽ നിന്നും വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു സായാഹ്നം, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്. സൂസിയോട് ഞാനെല്ലാം പറയാറുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെക്കുറിച്ചും അവരുടെ പ്രോബ്ലംസിനെ കുറിച്ചുമൊക്കെ. സ്ത്രീകളുടെ വ്യൂ പോയിന്റ് എന്നുള്ള അഭിപ്രായവും അറിയാമല്ലോ. പല കേസുകളിലും ഇവളുടെ അഭിപ്രായം എനിക്കൊരു അനുഗ്രഹമായിട്ടുണ്ട്. ഡോക്ടർ, എനിക്ക് പറയാനുള്ളത് നമുക്ക് എൻ്റെ വീട്ടിൽ പോയി വിശദമായി സംസാരിക്കാം. വരൂ. ശരി പോ. ശാലിനിയുടെ മുന്നിൽ കളിക്കുന്ന ഈ നാടകമുണ്ടല്ലോ, ഓരോ രംഗവും അഭിനയിച്ചു കഴിയുമ്പോൾ അനുഭവിക്കുന്ന മനസ്സിന്റെ നീറ്റൽ ഡോക്ടർക്കത് മനസ്സിലാവില്ല. മനുഷ്യന്റെ മനസ്സിനെ പഠിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ജയദേവന്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തൊരാളെയും ദൈവം ഇങ്ങനെ ശിക്ഷിച്ചു കാണില്ല. ഐ കാൻ പുൾ ഓൺ ലൈക്ക് ദിസ് ഡോക്ടർ. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. ടെൽ മീ ഡോക്ടർ. എല്ലാവർക്കും തോന്നും അവരവരുടെ ദുഃഖങ്ങളാണ് വലുതെന്ന്. പലരും അത് പലതരത്തിലുള്ള മുഖംമൂടികൾ കൊണ്ട് മറച്ചു വെക്കുന്നേ ഉള്ളൂ. പ്രത്യാശയേക്കാൾ വലിയ പ്രത്യാശയില്ല ജയദേവൻ. ഈ മുറ്റത്തോടി നടക്കുന്ന കുഞ്ഞിക്കാലുകൾ എന്റെയും സൂസിയുടെയും സ്വപ്നമായിരുന്നു. അതൊരിക്കലും നിറവേറില്ല. ഞങ്ങൾ വിവാഹം കഴിച്ച് 1 വർഷം കഴിഞ്ഞ് സൂസി ഗർഭം ധരിച്ചു. ഉണ്ടാകാൻ പോകുന്ന പൊന്നോമനെ കുറിച്ച് ഓർത്ത് 1000 സ്വപ്നങ്ങൾ കണ്ടു. സൂസി കുഞ്ഞുടുപ്പുകളും കളിപ്പാവകളും വാങ്ങിക്കൂട്ടി. പക്ഷെ ഒരു ദിവസം അവൾ സ്റ്റെയർ കേസിൽ നിന്ന് കാൽ തെറ്റി താഴെ വീണു. അന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു ജയദേവൻ. സൂസിക്ക് ഇനി ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല. അത് അവള് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഓരോ അമ്മമാർ കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന കാണുമ്പോൾ അവളുടെ ഉള്ളിലെ അമ്മയാണുള്ള ആ മോഹമുണ്ടല്ലോ. എന്റെ വിഷമങ്ങൾ കേട്ടപ്പോൾ
ഒരു നിമിഷത്തേക്കെങ്കിലും ജയദേവൻ നിങ്ങളുടെ ദുഃഖങ്ങൾ മറന്നു അല്ലേ? ശാലിനിയെ നാളെ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ, ഒരു ചെക്കപ്പ്. എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ധൈര്യമായിട്ടിരിക്കണം. ലെറ്റ് us face the test of Almighty. സോസി, എന്താ ഇത്? അച്ചായൻ മായയുടെ ഭർത്താവിനോട് സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു. നമുക്കൊരു കുഞ്ഞില്ലാത്തതിന് അച്ചായന്റെ മനസ്സെപ്പോഴും... അത് ഞാൻ അയാളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതല്ലേ? അച്ചായന്റെ മനസ്സെനിക്കറിയാൻ പാടില്ലേ. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, അല്ലെങ്കിൽ അച്ചായൻ വേറെ കല്യാണം കഴിച്ചോളൂ. എനിക്കതിലൊരു വിഷമമില്ല. മോളെ സൂസി, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് നീ എത്ര പ്രാവശ്യം എനിക്ക് ഉറപ്പ് വന്നിട്ടുള്ള? നിന്റെ ഇത്തരം വാക്കുകളാണ് എന്നെ വേദനിപ്പിക്കുന്നത്. എനിക്ക് നീയില്ലേ, നിനക്ക് ഞാനും. നമ്മൾ രണ്ടു കുട്ടികൾ പോരെ? ഒരാഴ്ചയായിട്ട് ഒരു യാത്രയായിരുന്നു. എവിടെ നമ്മുടെ കൊച്ചുതമ്മാടി? അച്ഛൻ മോളെ ശാലിനി, മോളുടെ അസുഖമൊക്കെ മാറിയച്ച. മായ എവിടെ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ മോളെ ചിറ്റ? മോളിലുണ്ട്. മോളെ മായ നിന്നോട്... അമ്മാവ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, കുളിച്ച് വേഷമൊക്കെ മാറ്റി വന്ന് കാപ്പി കുടിക്കാൻ വരും. അല്ല മോളെ, വരൂ അമ്മാവ. ശാലിനി, അമ്മാവന് കാപ്പി എടുത്തു വയ്ക്കും. എത്ര കൊല്ലം കൂടിയിട്ടാ ഞാൻ അച്ഛനെ കാണുന്നത്. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് അച്ഛനെ കുളിപ്പിക്കാനാ ജയേട്ടന് ധൃതി. മോൾ ഈ വേഷത്തിൽ... അമ്മ വരൂ, ഞാനെല്ലാം പറയാം. മായ താഴേക്ക് വയ്ക്കുള്ളൂ. മോള് വാ. അച്ഛൻ പെട്ടെന്ന് വയസ്സായിപ്പോയി അല്ലേ മായെ? തലമുടിയൊക്കെ നരച്ചു. ഇളയത്തിന് പ്രായമായില്ലേ? അച്ഛൻ അവിടെ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നത്? ആ വീടും പറമ്പും ഒക്കെ വിറ്റിട്ട് ഇവിടെ നമ്മുടെ കൂടെ താമസിച്ചാ പോരെ? അത് ശരി, അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. സ്വന്തം മണ്ണും തറവാടൊക്കെ വിറ്റിട്ട് പോരണോന്ന് പറഞ്ഞാ ഇളയച്ചൻ സമ്മതിക്കുമോ എന്തോ? ശാലിനി, കുറച്ച് വെള്ളം ഒഴിക്കാം. ആ മതി. ശാലിനിയോട് ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ മായേ? ഞാനും ഇളയച്ചന്റെ കൂടെ നാട്ടിലേക്ക് പോയാൽ എന്താന്ന് ആലോചിക്കാം. അല്ലെ, ഇവിടെ ഇപ്പൊ ശാലിനി ഉണ്ടല്ലോ. അപ്പോ ഞാൻ വന്നതുകൊണ്ട് നീ പോവാണോ? എന്റെ കൂടെ താമസിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അയ്യോ അതല്ലേ ശാലിനി, നീ ഒന്നും പറയണ്ട. ദേ നോക്ക്, നീ ഇവിടുന്ന് പോകുന്ന കാര്യം ഇനി എന്നോട് പറയരുത്. എപ്പോ വിടണമെന്ന് എനിക്കറിയാം. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട്. അല്ല, കല്യാണം കഴിഞ്ഞാലും നീ പോകുന്ന എന്തിന്? നിന്റെ ഭർത്താവ് ഒരുമിച്ച് ഇവിടെ താമസിച്ചാൽ മതി. പണ്ട് നീ പറയാറുള്ളത് പോലെ ഒരേ നാട്ടിൽ ഒരേ വീട്ടിൽ.